നമുക്കറിയാം ഈ 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമലയിൽ അവിടെ യുവതീ പ്രവേശനം നടന്ന സാഹചര്യത്തിൽ സർക്കാരിന് അന്നത്തെ LDF-നുണ്ടായ വലിയ തിരിച്ചടി അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഒരു പരാജയത്തിലേക്ക് ഇനി പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് അതിനോട് പ്രത്യക്ഷത്തിൽ പ്രതികരിക്കാൻ പോകുന്നത്? ഞാൻ CPM-ന്റെയോ മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അല്ലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആളാണ്, ഇടതുധാരയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആ ഇടതുധാരയിൽ നിന്ന് ആളുകൾ ചോർന്നു പോകാൻ ഇടയാക്കുന്ന തരത്തിലേക്ക് പാർട്ടിയോ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോ ഒരു നിലപാടെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം EMS ഗവൺമെന്റ് ഒക്കെ തന്നെ എടുത്തൊരു അവരുടെ ഒരു സാക്രിഫൈസ്, അവരന്നൊരു കോംപ്രമൈസിനും തയ്യാറായില്ല. അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബില്ലിനോട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായവരല്ല. അത്തരം പാരമ്പര്യം പിൻപറ്റുന്ന ഒരു പാർട്ടി അധികാരത്തിന് വേണ്ടി ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നത് വളരെ ഒരു മൂല്യച്യുതിയാണ് കാണിക്കുന്നത്. ഇതൊരു ഒട്ടും ശരിയായ ഒന്നല്ല. ഇപ്പോഴും സുപ്രീം കോടതിയിലെ നിലപാട് മാറ്റിയിട്ടില്ല. ഇനിയും അടുത്ത ദിവസം നമ്മൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അവരങ്ങനെ ചെയ്യില്ല. തുല്യതയെ ഹനിക്കുന്ന തരത്തിലേക്ക്, സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന തരത്തിലേക്ക് ഒരു നിലപാട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കാണുന്നത്. അവിടെ ശബരിമലയിലെ ആചാര സംരക്ഷകർ എന്ന് പറയുന്ന സംഘടനകളെല്ലാം തന്നെ പറയുന്നത് ശബരിമലയിൽ യുവതികൾക്ക് അല്ലെങ്കിൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് വിലക്കില്ല, ഒരു പ്രത്യേക പ്രായം വരെ അങ്ങോട്ടേക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് അവരുടെ വാദം. സർക്കാർ അന്നെടുത്ത തീരുമാനം എന്ന് പറയുന്നത് അതൊരു പുരോഗമന നിലപാടാണ്, സ്ത്രീ പുരുഷ സമത്വ നിലപാടാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇതിൽ നിന്ന് പിന്നോക്കം പോകുമ്പോൾ ആ നിലപാടിന് എന്ത് പേരിട്ട് നമ്മൾ വിളിക്കേണ്ടി വരും? ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് കോംപ്രമൈസിനും തയ്യാറാണെന്ന് മാത്രമേ പറയാനുള്ളൂ. സ്ത്രീകളെ വിലക്കുന്നില്ല എന്നുള്ളതല്ല. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രായം നിശ്ചയിക്കുന്നു എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു യുക്തിയുമില്ല എന്നുള്ളതാണ്. ഒരു യുക്തിഹീനമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിലപാടിനെ സർക്കാർ പിന്തുണയ്ക്കുന്നത് വളരെ തെറ്റാണ്. വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ബിന്ദു അമ്മിണിയാണ് പ്രതികരിച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തുമ്പോൾ ബിന്ദു അമ്മിണി പറയുന്നു സർക്കാരിൻ്റേത് ഭരണഘടനാ വിരുദ്ധ നിലപാടാണ്, ഒപ്പം തന്നെ സ്ത്രീ പുരുഷ തുല്യത എന്നുള്ളതിൽ നിന്ന് പിന്നോക്കം പോകുന്നു, അതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണ് എന്ന് ബിന്ദു അമ്മിണി പറയുകയാണ്.